നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന പച്ചക്കറികൾ അധികവും വിഷമടിച്ച സാധനങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ വരുന്ന വെജിറ്റബിൾ നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ അതിന് കുറച്ചൊരു സമയം അതേപോലെ മനസ്സൊന്ന് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയേട്ടാ, ഇത് നമ്മുടെ പടവലങ്ങ പന്തലാട്ടോ. നമ്മളിവിടെ ഒരു 2 വെറൈറ്റി പടവലങ്ങ നട്ടിരിക്കുന്നത്. എന്താ പറയുക, നല്ല നീട്ടം വയ്ക്കുന്നതും അതുപോലെ ഇങ്ങനെ ഒരു കുഞ്ഞൻ വെറൈറ്റി ആട്ടോ. ഇത് നമുക്ക് ഒരുപാട് അങ്ങോട്ട് നീട്ടം വരില്ല, ഈ ഒരു ആവറേജ് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരുപാട് എണ്ണം ഇങ്ങനെ നമുക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ, നിറയെ ഇങ്ങനെ കായ് ഇങ്ങനെ ഉണ്ടാവലുണ്ട്. അതുപോലെ ഇതൊന്ന് നല്ല നീട്ടം വയ്ക്കുന്നതാട്ടോ. അത് നമുക്ക് എന്താ പറയുക, നല്ല നീട്ടവും നമ്മൾ ഒരു പടവലങ്ങ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 3 പ്രാവശ്യം ഉപ്പേരി ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടാവലുണ്ട്. ഇതിൽ അത്രയും വണ്ണവും നല്ല നീട്ടമൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷേ ഇത് നമുക്ക് അത്ര അങ്ങോട്ട് കായ് ഇങ്ങനെ വരില്ല കേട്ടോ. നമുക്കൊരു കുറച്ച് എണ്ണങ്ങൾ മാത്രമേ ഇതിൽ നിന്ന് കിട്ടലുള്ളൂ. നമ്മൾ ഈ 2 വെറൈറ്റി പടവലങ്ങയും ഒരു പന്തലിൽ തന്നെയാട്ടോ പടുത്തിയിരിക്കുന്നത്. നമ്മുടെ പന്തൽ എന്ന് പറയുന്നത് കുറച്ചൊരു വലിപ്പമൊക്കെ ഉള്ള പന്തലാണ്. നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ചിങ്ങനെ ചൂടിക്കയറൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടാണ് പന്തൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ കുഞ്ഞൻ വെറൈറ്റി ആയിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. നമുക്ക് ഒന്ന് പറിച്ചാൽ തന്നെ നമുക്കൊരു ഉപ്പേരിക്കുള്ളത് പാകമായിരിക്കും. വലുതൊക്കെയാണ് സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും ഫ്രിഡ്ജിനകത്തൊക്കെ എടുത്ത് വെക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചെറിയ ഇങ്ങനത്തെ ഈ കുഞ്ഞൻ വെറൈറ്റിയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമുക്കിത് ഒരുപാട് എണ്ണം ഇങ്ങനെ ഉണ്ടാവലുണ്ട് കേട്ടോ. നിറയെ തുരുതുരാന്നുണ്ടാവുക പറയില്ല, അങ്ങനെ ഉണ്ടാവലുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ശത്രു എന്ന് പറയുന്നത് കായ്ച്ച ഒരുപാട് വരലുണ്ട് കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കെണിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ പടവലങ്ങ 2 ഇങ്ങനെ തടത്തിലാട്ടോ പാകി മുളപ്പിച്ചിരിക്കുന്നത്. നമ്മളിവിടെ മെയിനായിട്ട് നമ്മളിതിന് വളം കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ്. അത് വിത്ത് പാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടിവെള്ളം ഇങ്ങനെ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻപിണ്ണാക്കം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കേട്ടോ നമ്മൾ വിത്തൊക്കെ പാകിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളയൊക്കെ ഒന്ന് പന്തലിൽ കയറി ഒന്ന് നന്നായി സ്പ്രെഡായതിന് ശേഷം നമ്മളിങ്ങനെ ചാണകവും അതേപോലെ കടലപ്പിണ്ണാക്കൊക്കെ ഒന്ന് പുളിക്കാൻ വെച്ച് നമ്മളൊരു 6-7 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളത് എടുത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കലുണ്ട്. പിന്നെ അതല്ലാതെ നമ്മളിങ്ങനെ കായ്ച്ചയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, കായ്ച്ചയാണ് ഇതിൽ മെയിനായിട്ട് ഇങ്ങനെ വരല്. നമ്മൾ അതിനിങ്ങനെ ഒരു കെണി മാത്രമേ വെച്ചിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ വേറെ ഇങ്ങനെ സ്പ്രേ അടിക്കേണ്ട ആവശ്യമൊന്നും ഇങ്ങനെ നീം ഓയിലോ അങ്ങനെയൊന്നും അടിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ ഇങ്ങനെ ഇല ഇങ്ങനെ മഞ്ഞളിപ്പോ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.